നമസ്തേ നമസ്തേ. അപ്പോൾ ചിത്രപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നവൻ്റെ പേര് അലൻ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അവൻ്റെ പേര് അലൻ എന്നല്ല, അലൻ ഷുഹൈബ്. അറബി പേരുണ്ട് അവൻ്റെ കൂടെ. അപ്പോൾ അറബി പേര് മറച്ചു പിടിക്കാനാണ്. അവൻ മുസ്ലിമാണ്, ഈ കൊലയാളി മുസ്ലിമാണെന്നുള്ളത് അറിയിക്കാതെ നോക്കുകയാണ് മാധ്യമങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണെന്നാണ് ഫേസ്ബുക്കിൽ ആളുകൾ പറയുന്നത്. മാധ്യമങ്ങൾ കൂട്ടിക്കൊടുക്കാതെ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം? മാധ്യമങ്ങളുടെ തൊഴിൽ അതാണ്, കൂട്ടിക്കൊടുക്കാണ് തൊഴിൽ. അറിയില്ലേക്ക് ഈ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ എന്താണത്? ഈ മീഡിയ എന്ന് പറയുന്നത്. ഈ മീഡിയ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയാണ് മീഡിയ. ജനാധിപത്യത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണുകളിൽ ഒരു തൂണ് മീഡിയയാണ്. മീഡിയ ഇല്ലാണ്ട് ജനാധിപത്യമില്ല. അപ്പോൾ ഈ ലോകം മുഴുവനും മീഡിയ കൂട്ടിക്കൊടുപ്പാരുടെ നാട്ടിൽ നിന്നല്ലേ ഈ ജനാധിപത്യവും ഈ മീഡിയയും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഇല്ലേ? യൂറോപ്പിൽ നിന്നാണ് ഇത് പറയണത്. ക്രിസ്ത്യാനികളുടെ അടുത്ത് ഉണ്ടായ സാധനമാണ് ജനാധിപത്യം. നമ്മുടെ നാട്ടിൽ രാജഭരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനാധിപത്യവും വേണം. ജനാധിപത്യം വരുമ്പോൾ കൂടെ മീഡിയയും വരും. മീഡിയ കൂട്ടിക്കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നാണമില്ലേ? ഉളുപ്പില്ലേ ഹിന്ദുക്കളെ? നിങ്ങൾക്ക് ഉളുപ്പില്ലേ? മീഡിയ കൂട്ടിക്കൊടുക്കുന്നേ. മീഡിയ ഹിന്ദു വിരുദ്ധ നിലപാട്. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ഹിന്ദുക്കളുടെ അടുത്ത് കാശുണ്ടെങ്കിൽ മീഡിയ ഹിന്ദുക്കൾക്ക് കൂട്ടിത്തരും. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടല്ലല്ലോ, വിഘടിച്ചിരിക്കണല്ലേ. മുസ്ലിങ്ങളാണെങ്കിൽ ഒറ്റക്കെട്ടാണ്, അവർക്ക് കാശുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് കൂട്ടിക്കൊടുക്കണം. മീഡിയക്കാരൊന്നുമില്ല. ഇപ്പോൾ ഒരു വേശ്യയെ സംബന്ധിച്ചിടത്തോളം കാശാരെടുത്താണോ അങ്ങോട്ട് പോകും. അത് മുസ്ലിമാണോ, അവളുടെ കസ്റ്റമർ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നൊന്നും അവൾ നോക്കൂല. അവൾക്ക് കാശാണ് വേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അബ്രഹാം എന്നാണ് ആ പേര്. അബ്രഹാം എന്നാണ് ആ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പേര്. ആ അബ്രഹാമിനെ പിതാവെന്ന് വിളിക്കുന്നവരാണ് യൂറോപ്യന്മാർ. അപ്പോൾ അവർ കൂട്ടിക്കൊടുക്കുന്ന അവരുടെ നാട്ടിലുണ്ടായതാണ് ഈ മാധ്യമം അവരുടെ മാധ്യമധർമ്മം എന്ന് വെച്ചാൽ കൂട്ടിക്കൊടുപ്പാണ്. ഈ ഏറ്റവും വലിയ കൂട്ടിക്കൊടുപ്പ് മാധ്യമത്തിൻ്റെ പേരാണ് CNN. കേട്ടിട്ടുണ്ടോ? അമേരിക്കനാണ്, അവനാണ് എല്ലാത്തിൻ്റെയും മൂത്താപ്പ. പിന്നെ BBC. ഇവനൊക്കെ എന്താ കൂട്ടിക്കൊടുപ്പ്? ഇവർക്ക് ഇതേ അറിയാൻ പാടുള്ളൂ. കൂട്ടിക്കൊടുപ്പാണ് ഇവരുടെ ധർമ്മം. മനസ്സിലായോ? അപ്പോൾ പിന്നെ മാധ്യമം കൂട്ടിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളെ നന്നാക്കാൻ നോക്കുന്നത് ഈ എന്താ പറയുക, അമേദ്യം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാൻ നോക്കണ പോലെ. എത്ര കഴുകിയാലും അമേദ്യം തന്നെ ആയിരിക്കും. മനസ്സിലായോ?